ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ് കുമാർ, ഇവിടെ എ റഹീം പറഞ്ഞത് CPI മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ ചിലപ്പോൾ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകും. ഇതുപോലെ PM ഉഷ പദ്ധതിയിൽ ഇതിനു മുൻപ് ഒപ്പുവെച്ചതാണ്. അതുകൊണ്ട് CPIക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ്. ഇവിടെ താങ്കളുടെ രാവിലെ വന്ന പ്രതികരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗോളി തന്നെ സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന്. ആ നിലപാടിൽ മാറ്റമുണ്ടോ? അല്ല, ഇപ്പോ രാവിലെ പറഞ്ഞു, അതിനുശേഷം വൈകുന്നേരം CPI സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ പ്രത്യേക വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണത്. ഇത് ഈ കേരളത്തിൽ ഇതിനു മുൻപും നമ്മുടെ പാർട്ടികൾക്കിടയിൽ, മുന്നണിക്കിടയിലൊക്കെയുള്ള തർക്കങ്ങൾ, ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായി. ആ ചർച്ചകളെ പോലെയോ അല്ലെങ്കിൽ ആ തർക്കങ്ങളെ പോലെയോ ഉള്ള സ്വഭാവമുള്ള ഒരു കാര്യമല്ല ഇത്. സ്വാഭാവികമായിട്ടും ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളിലും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ഒപ്പിടേണ്ടി വരും. ഈ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ ആ മറ്റ് പദ്ധതികളെ ഇതുമായി നമ്മൾ കൂട്ടിക്കുഴക്കുന്നതിന് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരർത്ഥവും ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഈ വിഷയം നിരന്തരമായി ഇന്ന് കാലത്ത് മുതലേ സംസാരിക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഈ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ CPMഉം CPIയും പ്രവർത്തിക്കുന്നിടങ്ങളിലെല്ലാം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഈ ഒപ്പുവെക്കലിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് 2 തവണ കേരളത്തിലെ മന്ത്രിസഭ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണ ചർച്ച ചെയ്ത് മാറ്റിവെച്ചു. മന്ത്രിസഭാ അംഗങ്ങളായിരിക്കുന്നവർ തന്നെ അത് പരസ്യമായിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. ഞാൻ പുതിയ വിവാദം ഉണ്ടാക്കാനോ ഈ സംഭവത്തെ വേറെ തരത്തിൽ കൊണ്ടുപോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് 2 തവണ മാറ്റിവെക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാവും? അത് PM ഉഷയുടെ കാര്യത്തിനകത്തും PM ശ്രീമതിയുടെ കാര്യത്തിനകത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മറ്റെന്ത് ഈ പല പേരിലുള്ള പദ്ധതികളുടെ കാര്യത്തിനകത്ത് ഇതെന്തുകൊണ്ടുണ്ടായി 2 തവണ? എന്തുകൊണ്ടാണ് എല്ലാ ബഹുജന സംഘടനകളും, ഞാൻ പഴയ വീഡിയോ ക്ലിപ്പിംഗ്സ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുടെ സംഘടനകളെല്ലാം തന്നെയും ഇതിനെക്കുറിച്ച് കേരളത്തിൽ അഭിപ്രായം പറഞ്ഞതിന്റെ 100 കണക്കിന് ക്ലിപ്പിംഗ്സ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരുന്നത്? അപ്പൊ ഈ വിഷയം ഇത് മറ്റ് സ്കീമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ടാണ്. അത് സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഞങ്ങൾ മറ്റ് ഇതുമായിട്ട് പറയുന്നതിന് അർത്ഥമില്ല. എന്തായിരുന്നാലും ഇതൊരു CPI-CPM തർക്കമല്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് CPIക്കും CPMനും തർക്കിക്കാൻ കഴിയാത്തതുപോലെ പുതിയ എക്കണോമിക് പോളിസിയെ, ഈ വിദ്യാഭ്യാസ പോളിസിയെ, നയത്തെ കുറിച്ചിട്ടും അതിന്റെ ഷോക്കേസ് പദ്ധതിയായ PMCയെ കുറിച്ചിട്ട് ഒരു തർക്കം ഉണ്ടാവാൻ പാടില്ല, സാധ്യതയില്ല. പിന്നെ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ഒരു കാര്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതുമായിട്ട് മുന്നോട്ട് പോകും. ബാക്കിയൊക്കെ അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് CPIയുടെ മാത്രം ഒരു നിലപാടല്ല. ഈ കാര്യത്തിൽ CPIയുടെ കേരള നേതൃത്വത്തിന്റെ നിലപാടുമല്ല. ഇരു പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാടാണ്. ഇരു പാർട്ടികളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളുടെ അഖിലേന്ത്യാ നിലപാടാണ്. കേരളത്തിലെയും നിലപാടാണ്. അപ്പൊ അതിനെ മറ്റുമായിട്ട് കൂട്ടിക്കുഴക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. പിന്നെ ഇതൊരു, ഞാൻ ഒരുപാട് സമയമെടുത്ത് നടത്തേണ്ട ഒരു സംവാദമാണെങ്കിൽ ഞങ്ങൾ അതിന് എത്ര മണിക്കൂറും റെഡി ആയിരിക്കുന്ന ഒരു കാര്യമാണ്, വിത്ത് ഓൾ ഡീറ്റെയിൽസ്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതൊരു CPI-CPM തർക്കമായി ചുരുക്കുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന 4 മന്ത്രിമാർ പരസ്യമായി അവരുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. ഇന്ന് GR അനിൽ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭയെ യോഗത്തിൽ 2 വട്ടം ഈ കാര്യം ആവശ്യപ്പെട്ടതാണ്. ഇതിനൊരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് തീരുമാനങ്ങൾ ഉണ്ടായതാണ്. പിന്നെ എങ്ങനെ ഇത് ഒപ്പുവെച്ചു എന്നറിയില്ല എന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് ചേർന്നതല്ലല്ലോ ഈ നടപടി. അല്ല, അതാണ് ഞാനും താങ്കളോട് പറയുന്നത്. മറ്റിപ്പോ PM ഉഷയിൽ ഒപ്പുവെക്കുന്നതും NHMമായിട്ട് ബന്ധപ്പെട്ട എത്രയോ കരാറുകളിൽ ഒപ്പുവെക്കുന്നു. അതൊക്കെ ഇതിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ഒരു ഗവൺമെന്റ്സിന്റെ ഭാഗമാണ്. അതിനകത്തൊന്നും ഒരു തർക്കം ആർക്കും ഇല്ലല്ലോ. അത് ആര് തർക്കിക്കാൻ കഴിയും? CPI എത്രയോ കൊല്ലത്തെ ഭരണാനുഭവമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ആ ഭരണാനുഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതവരെന്നുള്ള. ഞാൻ അതിന്റെ മറ്റൊരു ചരിത്രത്തിലേക്കും പോകുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത് അറിയാത്തതാണോ? കേരള രാഷ്ട്രീയം കണ്ട എത്ര പരിണതപ്രജ്ഞരായ മന്ത്രിമാരെ, കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച എത്ര പേരെ, ഞങ്ങളെ പാർട്ടി മാത്രം എന്ന് പറയുന്നില്ല, എത്ര പേരെ ഞങ്ങൾ സംഭാവന ചെയ്തു. ഞങ്ങൾക്ക് ഇത് അറിയാത്തൊരു കാര്യമാണോ? അപ്പോൾ സന്തോഷ് കുമാർ, ലളിതമായ ഒരു ചോദ്യം. ഒപ്പുവെച്ച ഈ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്നാക്കം പോകാൻ കഴിയില്ല. CPIക്കാകട്ടെ ഇതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണ്. അതുകൊണ്ട് നിലപാടിലും മാറ്റം വരുത്താൻ കഴിയില്ല. പിന്നെ അനുനയത്തിന്റെ മാർഗം എവിടെയാണ്? പരിഹാരത്തിനുള്ള സാധ്യതകൾ എവിടെയാണുള്ളത്?
CPI സംബന്ധിച്ചിടത്തോളം CPIയുടെ മാത്രം നയത്തിന്റെ പ്രശ്നമല്ലല്ലോ. CPIക്ക് മാത്രമായിട്ട് അങ്ങനെ നയം ഈ കാര്യത്തിലുണ്ടോ? നിങ്ങൾ പറയൂ. CPIയുടെ മാത്രം ചില മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെറുതായില്ലേ? ഞങ്ങൾ എങ്ങനെ ചെറുതാവും? ഞങ്ങളെ മാത്രം നിലപാടാണോ? ഞങ്ങൾ 3-4 പേര് കൂടി കേരളത്തിൽ എടുക്കുമ്പോൾ നിലപാടാണോ? അങ്ങനെയല്ലല്ലോ. പാർട്ടി കോൺഗ്രസിന്റെ രേഖ, CPMന്റെ മദ്രാ കോൺഗ്രസിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. CPIയുടെ ഇപ്പൊ കഴിഞ്ഞ കോൺഗ്രസിന്റെ രേഖ, ചണ്ഡീഗഡ് രേഖ എന്റെ അടുത്തുണ്ട്. ഇതിനകത്തെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികൾ ഞാൻ ആ ചരിത്രം അല്ല, അതൊക്കെ അറിയാം ശ്രീ സന്തോഷ് കുമാർ. അതിലൊരു മറ്റൊരു ഭാഗം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? കാലത്തിനനുസരിച്ച് നയം മാറേണ്ടി വരും. കുട്ടികൾക്ക് കിട്ടേണ്ട പണം ഈ കാരണങ്ങൾ പറഞ്ഞ്, ഈ സാങ്കേതികത്വം പറഞ്ഞ് തടയാൻ കഴിയില്ല എന്നൊരു ന്യായം അദ്ദേഹം പറഞ്ഞു. ഇത് നയത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വത്തിന്റെ കൂടി പ്രശ്നമാണ്. അതാണ് ഞാൻ അവതരിപ്പിച്ചത്. കാലത്തിനനുസരിച്ച് മാറാന്ന് പറയുമ്പോൾ 4 കൊല്ലക്കാലമായി 2 തവണ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച കാര്യം അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യട്ടെ. വളരെ ലളിതം. ഞാൻ അതിന്റെ ശരിയായ ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇങ്ങനെ സംവാദമായതുകൊണ്ട്. പക്ഷേ കാലത്തിനനുസരിച്ച് മാറുന്ന നയം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും സംഘവും കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ശ്രീ സന്തോഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടുത്തരവാദിത്വം ഉണ്ടോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ഇന്ന് ചോദിച്ചത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണല്ലോ. അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഏതറ്റം വരെയും CPI ഇക്കാര്യത്തിൽ പോകുമെന്ന സന്ദേശമല്ലേ? ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ അത്തരം വലിയ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആവർത്തിച്ച് ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങളൊരു ഈഗോ പ്രശ്നമോ ഞങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ ചെറുതാവുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ചെറുതാവുന്ന പറയുമ്പോൾ ഇന്ത്യൻ ലെഫ്റ്റിന്റെ നിലപാട് ചെറുതാവുന്നതാണ്. അത് ആയിക്കോട്ടെ. ഞങ്ങളെ മാത്രം ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടോ ഇത് പറഞ്ഞൊരു പ്രശ്നമായിട്ടല്ല. ഇത് എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നമാണ്, രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതിനകത്ത് ഈ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ പൊതു കരുത്തിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ. സന്തോഷ് കുമാർ, ഒറ്റ കാര്യം വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. CPI മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയും CPIയുമായി ആലോചിക്കാതെയും ഒരു ഒളിച്ചു കടത്തുന്നത് പോലെ ഈ PM ശ്രീയുടെ ഭാഗമായി CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ യോജിക്കുമോ താങ്കൾ അതിനോട്? ഞാൻ അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയം ഒരുപക്ഷെ CPMന്റെ അഖിലേന്ത്യാ നേതൃത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ CPIയുടെ അഖിലേന്ത്യാ നേതൃത്വമായി ചർച്ച ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.